എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ ഹൈലൈറ്റ് ചെയ്യുന്നത് പ്രധാനമായി പുറം രാജ്യങ്ങളിൽ പഠിക്കാൻ പോണ സ്റ്റുഡൻസിന് വേണ്ടിയും അവരുടെ മാതാപിതാക്കൾക്കും വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. ഇത് എൻ്റെ ആദ്യമുള്ള റിക്വസ്റ്റ്, കുടുംബസമേതം ഇരുന്ന് ഈ വീഡിയോ കാണുക, നല്ല രീതിയിൽ ചർച്ച ചെയ്യുക, ചർച്ച ചെയ്തതിന് ശേഷം തീരുമാനമെടുക്കുക. പ്രധാനമായി പറയാനുള്ളത് സ്റ്റുഡൻസിൻ്റെ ഈ പഠിത്തത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ഒത്തിരി പരസ്യങ്ങൾ വരാറുണ്ട്. പല വാഗ്ദാനങ്ങളും മോഹന വാർത്തകളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള പരസ്യങ്ങളാണ് കാണുന്നത്. എപ്പോഴും ചിന്തിക്കേണ്ടത്, ഓരോ വ്യക്തികളും അവരുടെ ലാഭത്തിന് വേണ്ടിയായിരിക്കും അവർ ഓരോന്നും ചെയ്യുന്നത്. അത് ബിസിനസ്സിലായിരുന്നാലും ശരി, മറ്റേത് കാര്യത്തിലായിരുന്നാലും ശരി. ഇപ്പോൾ മാറി വരുന്ന ലോക ക്രമമനുസരിച്ച് മുൻകാലങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന്, മുൻ നാളുകളിൽ ഏതെങ്കിലും രാജ്യത്ത് സ്റ്റുഡൻസ് പഠിക്കാൻ പോയാൽ അന്നത്തെ അവിടെയുള്ള ഗവൺമെൻറ് ഈ സ്റ്റുഡൻസിൻ്റെ പ്രതിഫലം ലഭിച്ചതിന് ശേഷം ലഭിക്കാൻ വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു ഗവൺമെൻറ് അല്ല. എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ ആകെ മാറി. അതിൻ്റെ പ്രധാന കാരണം അമേരിക്കൻ ഭരണഘടനയുടെ മാറ്റങ്ങൾ തന്നെയാണ് ഇത് പ്രതിഫലിക്കുന്നത്. അമേരിക്ക എന്ത് തീരുമാനമെടുത്താലും ഏതാണ്ട് അതേ വഴി പിന്തുടരുന്ന ഒട്ടനവധി മറ്റു രാജ്യങ്ങളുമുണ്ട്. അതിൻ്റെ പ്രധാന ഒരു ഉദാഹരണമാണ്, ഇപ്പോൾ അമേരിക്കയിൽ പഠിക്കാൻ പോണവർക്ക് മുൻകാലങ്ങളെ അപേക്ഷിച്ചിട്ടുള്ള ഇളവുകൾ യാതൊന്നുമില്ല. രണ്ടാമത്, ഇവിടെ ഈ ഏജൻസികൾ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ എൻക്വയറിക്ക് ചെല്ലുമ്പോൾ അവർ തരുന്ന വാഗ്ദാനങ്ങൾ പലതാണ്. അവർ പറയും, ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും, പാർട്ട് ടൈം വർക്ക് കിട്ടും, നിങ്ങളെടുക്കുന്ന ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റും, അവിടെ ഒത്തിരി സ്റ്റേ ബാക്സ് കിട്ടും. ഇതൊക്കെ ഇങ്ങനെ പറയാറുള്ളതാണ്. ഇതെല്ലാം പഴയ അതേ രീതി തന്നെ കുറച്ചുകൂടെ വീര്യം ചേർത്തുകൂടെ മനസ്സിലാകുന്ന രീതിയിൽ അവർ സംസാരിക്കും. കാര്യം അത് അവരുടെ ലാഭത്തിന് വേണ്ടി അവർ സംസാരിക്കും. പക്ഷേ നമ്മുടെ ലാഭത്തിന് വേണ്ടി ആരാ സംസാരിക്കുന്നത് വെച്ചാൽ ആരും ഉണ്ടാവില്ല. അത് നാം തന്നെ തീരുമാനിക്കണം. ഇനി പഠിത്ത കാര്യങ്ങളിലോട്ട് തിരിക്കാം. ഇവിടുന്ന് നമ്മൾ കിടപ്പാടം ഒക്കെ പണയം വെച്ച് കുട്ടികൾ അങ്ങോട്ട് വിടുമ്പോൾ ഒരു ഹോപ്പ്, എല്ലാവരും ഒരു വിശ്വാസമുണ്ട്. കുട്ടികൾ അവിടെ പോയി അവർ പഠിക്കും, എന്തെങ്കിലുമൊക്കെ പണി ചെയ്ത് ആ ലോൺ അടയ്ക്കാൻ പറ്റും, അവരുടെ ഫീസ് അടയ്ക്കാൻ പറ്റും എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ കിടക്കുന്നത്. എന്നാൽ ഇതിൽ പോണതിൽ ഏതാണ്ട് 25% പിള്ളേരും അതീവ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവരായിരിക്കും. ഇവർ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് അവർ ജോലി ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കും. ജോലി ചെയ്ത് കാശുണ്ടാക്കി വീട്ടിൽ ലോൺ തീർക്കുക, പേരൻസിന് നിൽക്കുക, അവരുടെ ഫീസ്, ഇതിനായിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്യും. ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ചില കുട്ടികൾ റെഗുലർ ക്ലാസ്സിൽ പോകാത്ത ലെവലിലും എത്തുന്നു. കാരണം ഇവരവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് കുഴപ്പമൊന്നുമില്ല, ഇവർക്ക് ജോലി ചെയ്യാം, അത് കുറച്ച് കഴിഞ്ഞ് ബാക്കി തീരുമാനിക്കാമെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 25 പിള്ളേർ അങ്ങനെ ഡ്രോപ്പാകും. ഈ പിള്ളേർ അവസാനം ചെന്നെത്തുന്നത് ഏതെങ്കിലും ജോലിയും കാര്യങ്ങളാകുമ്പോൾ അവിടെ ടാക്സും ഒക്കെ കഴിഞ്ഞ് കിട്ടുന്ന തുച്ഛമായ എമൗണ്ടിലായിരിക്കും വീട്ടിലയക്കുക. ഇതിങ്ങനെ ആകുക. അപ്പോൾ ഇതിൽ പതിയിരിക്കുന്ന ഒരു അപകടം, ഏതെങ്കിലും കാരണവശാൽ, ഇപ്പോൾ അത് അവൾ വളരെ സ്ട്രിക്റ്റാണ്, ഏതെങ്കിലും കാരണവശാൽ പോലീസ് പിടിക്കപ്പെട്ടാൽ ഇവർ നേരെ കോളേജിൽ ബന്ധപ്പെടും. കോളേജിൽ ബന്ധപ്പെട്ട് ഇങ്ങനെ സ്റ്റുഡൻസിനെ കുറിച്ച് അന്വേഷിച്ചാൽ കോളേജുകാർ പറയും, ഇവർ ഇറഗുലറായിട്ടുള്ള സ്റ്റുഡൻസ്, ഇയാൾ സാധാരണ വരാറുള്ള ഈസ് ആബ്സെൻറ്റ്, അപ്പം തന്നെ ഡീപ്പോർട്ട് ചെയ്യും. അപ്പോൾ അവിടെ വെച്ച് തന്നെ എല്ലാം അങ്ങ് തീരുന്ന അവസാനം കിടപ്പാടവും നഷ്ടപ്പെടുന്നൊരു ലെവലിലായി കഴിയും. ഇത് 25% കുട്ടികൾക്കും പറ്റുന്നൊരു അബദ്ധമാണ്. ഇനി വേറൊരു കേസ് എടുക്കാം.
ഫുൾ ടൈം ക്ലാസ്സിൽ പോകുന്ന കുട്ടികളാണെന്ന് വെച്ചോളൂ. അവർക്ക് ഒരു പക്ഷേ അത്ര കൊണ്ടുള്ളൊരു പാർട്ട് ടൈം ചെയ്യാനുള്ള സമയം കിട്ടാൻ ചിലപ്പോൾ സാധ്യത കുറവായിരിക്കും. നല്ല വർക്ക് കിട്ടുകയാണെങ്കിൽ തന്നെ ഒരു പക്ഷേ അവരുടെ ഹോസ്റ്റൽ സമീപമായിരിക്കില്ല, കുറച്ച് ദൂരെ ആയിരിക്കും. അപ്പോൾ ആ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ അതും ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ളൊരു ജോബ് നമുക്കവിടെ കണ്ടെത്താൻ പറ്റില്ല, അതിൻ്റെ ഉള്ള ബെനിഫിറ്റ് എടുക്കാൻ പറ്റില്ല. ഇനി മറ്റൊരു കാര്യം, ഈ ഏജൻറ്റന്മാർ പറയുന്നത് നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് കിട്ടും. ഈ സ്റ്റേ ബാക്ക് കിട്ടുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? 2 വർഷം 3 വർഷമോ സ്റ്റേ ബാക്ക് കിട്ടുമെന്ന് കരുതിക്കുള്ളൂ. എന്നാൽ ആ സ്റ്റേ ബാക്ക് അത്ര കണ്ട് ഇപ്പോൾ കിട്ടുന്നില്ല, അത്രയും കാലാവധി കൊടുക്കില്ല. കാരണം ഇപ്പോൾ ഓരോ ഗവൺമെൻറ്റും നോക്കുന്ന അവരുടെ നിലനിൽപ്പാണ്. കാരണം അവരുടെ സ്റ്റുഡൻസിന് വിസ കൊടുക്കും, സ്റ്റുഡൻസിനെ അവർ ആകർഷിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് ആ രാജ്യത്തിന് കിട്ടുന്നു. രാജ്യത്തിന് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി അവർ വിസയിലൊക്കെ പല ഉദാരക്രിയകളും ചെയ്തു കൊടുക്കും, പല ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ. ഇനി അത് ഈവൻ ചില ഏജൻസികൾ ഈവൻ IELTS പാസ്സാകുന്നതിന് വരെ അവർ അർഹരല്ലെങ്കിലും അത് പാസ്സാകുന്ന രീതിയിലുള്ള ചില അണ്ടർലൈൻ പണികളൊക്കെ ചെയ്യാറുണ്ട്. അതൊരു തുറന്ന സത്യമാണ്. അപ്പോൾ നമ്മളെപ്പോഴും തീരുമാനം എടുക്കേണ്ടത്, നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ കിടപ്പാടം പണയം വെച്ച് പോകുമ്പോൾ ഇതിലുണ്ടാകുന്ന ശരിയും തെറ്റും മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഒരു ടേബിളിരുന്നത്, പെൺകുട്ടിയോ ആൺകുട്ടിയോ, ഇരുന്ന് ആലോചിച്ച് വേണ്ട ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നഷ്ടങ്ങൾ ഒത്തിരി ഒഴിവാക്കാം. പല നഷ്ടങ്ങളും നമുക്ക് നിഷ്പ്രയാസം ഒഴിവാക്കാൻ സാധിക്കുമെന്നുള്ളത് സത്യമായൊരു കാര്യമാണ്. അതല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഓഫീസിൽ കടന്നെത്തിയാൽ എങ്ങനെയാണെങ്കിലും നിങ്ങളെ അവർ ഇംപ്രസ്സീവ് ചെയ്യുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളും വ്യക്തമാക്കി തരും, നിങ്ങളതിൽ പെടുകയും ചെയ്യും. ബാങ്കിനെ സംബന്ധിച്ച് അവർക്കൊരു കുഴപ്പമില്ല. ഒരു ബാങ്കിൽ നമ്മളൊരു പ്രോപ്പർട്ടി പ്ലെഡ്ജ് ചെയ്ത് പറമ്പ് പ്ലെഡ്ജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കണമെങ്കിൽ അത് നല്ലൊരു പണിയാണ്. അതിലും കാരണം കുറഞ്ഞതൊരു 40 പേരുടെ പ്രോപ്പർട്ടിയും അതിൽ പെട്ടുപോകും. നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അങ്ങനെ അടച്ചുകൊണ്ടിരിക്കും. അത് പലിശയിലും കൂട്ടുപലിശയിലായിട്ട് അങ്ങനെ കിഴിച്ച് അങ്ങ് പോകും. നമ്മൾ വെറുതെ നമ്മുടെ കഴുത്ത് കൊണ്ട് ബാങ്കിൽ വെച്ച് കൊടുക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട. ഇനി ഈ പോണ ഒരു സ്റ്റുഡൻറ്റ് അവൻ ഹാർഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ അവന് അവിടെ പോയിക്കൊണ്ട് ഒരു ഗുണം ഉണ്ടാക്കാൻ പറ്റില്ല. പോകാം, ആർക്ക് പോകാം? സ്വന്തം ക്യാഷിൽ മോനെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം അവനൊരു പാർട്ട് ടൈം ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലാത്ത ഫാമിലീസ് ഉണ്ട്, അവർക്ക് പോയാൽ ഒരു കുഴപ്പമില്ല. കാര്യം അവർ ധനികരായിരിക്കും, അവരുടെ കിടപ്പാടം നഷ്ടപ്പെടില്ല. മറിച്ച് ഒരു സാധാരണ മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്ന വേദനകൾ വളരെ വലുതാകും. അതുകൊണ്ട് ആദ്യം ഇതിൽ ബോധവൽക്കരിക്കേണ്ടത് മാതാപിതാക്കളാണ്. ആദ്യം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതും ഒപ്പം മാതാപിതാക്കൾ സ്റ്റുഡൻസിനെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇതൊരു വശത്ത് നിൽക്കട്ടെ. ഇത് ഞാൻ പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് വളരെ വ്യക്തമാക്കി പറഞ്ഞത്. മുൻപത്തെ കണക്കുള്ള മുൻകാലങ്ങളിലുള്ള കണക്ക് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഇല്ല. രണ്ടാമത്, പ്രതീക്ഷിക്കുന്നത്ര സ്റ്റേ ബാക്ക് കിട്ടത്തില്ല. മൂന്നാമത്, നാം റെഗുലറായി ക്ലാസ്സിൽ പോയില്ലെങ്കിൽ അവർ ആബ്സെൻസ് ആയിട്ട് കാണും. ഏതെങ്കിലും കാരണവശാൽ നമ്മളൊരു കുഞ്ഞ് കേസിൽ ഏതെങ്കിലും പിടിക്കപ്പെട്ടാൽ നമ്മളപ്പം തന്നെ ഡീപ്പോർട്ട് ആകേണ്ട ഒരു സാഹചര്യമാകും. ഇതെല്ലാം മനസ്സിലാക്കി. ഇതൊക്കെ നമ്മളെല്ലാം ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടതാണ് ഇൻ അഡ്വാൻസായി. ഇതാണ് പുറം രാജ്യത്ത് പഠിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന കോട്ടങ്ങളും നേട്ടങ്ങളും. ഇനി അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ജർമ്മനി, സ്വീഡൻ ആൻഡ് ഫിൻലാൻഡ്, ജർമ്മനി, ഈ ഉള്ള എല്ലാ രാജ്യങ്ങളിലും നമ്മൾ വിചാരിക്കുന്നവർക്ക് അത്ര കൊണ്ടുള്ള ഒരു എക്കണോമിക്കൽ കണ്ടീഷൻസ് അല്ല ഇപ്പോൾ ഉള്ളത്. ആഫ്റ്റർ കോവിഡ് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. രണ്ടാമത്, ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഇവരാരും അഡ്മിറ്റ് ചെയ്യുന്നില്ല. അവിടെ ഉള്ളവരെ പിടിച്ച് ഇവർ പുറത്താക്കുകയാണ്. ഇതിലായിരിക്കും നമ്മളും പോയി പെടുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ പോകണമെങ്കിൽ സ്വന്തം ഓൺ ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ പോവുക. പിന്നെ
ലോൺ എടുത്ത് പോവുകയാണെങ്കിൽ അതിനെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ടത്. എന്തുകൊണ്ട് ഇനി നമ്മുടെ നാട്ടിൻ്റെ വിദ്യാഭ്യാസ രീതികൾ നമ്മൾ മനസ്സിലാക്കിക്കൂടാ? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ അവിടെയുള്ള എല്ലാ പുറത്ത് കിട്ടുന്ന വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ കേരളത്തിലുണ്ട്, മറ്റിതര സ്റ്റേറ്റുകളിലുണ്ട്. ഇതര സ്റ്റേറ്റുകളിൽ പോയി ജോലി ചെയ്താലും അവിടെയും നമുക്ക് ചെയ്യാം ചെറിയ ചെറിയ പാർട്ട് ടൈം. നിങ്ങൾ പുറം രാജ്യത്തിൽ പോയി 2 ലക്ഷം ഉണ്ടാക്കുന്നതും ഇവിടെ 15,000 രൂപ ഉണ്ടാക്കുന്നത് ഈക്വലാണ്. കാരണം ഇവിടെ അത്രയുണ്ട് ചിലവുകളില്ല. നിങ്ങൾക്ക് ഫ്ലൈറ്റ് കയറി പോകണ്ട. ഇവിടെ ഏതെങ്കിലും ബസ്സിൽ ഓടികൾ ഒരു ഓപ്പൺ കമ്പാർട്ട്മെൻറ്റ് വന്നാലും നമുക്ക് ഓപ്പൺ കമ്പാർട്ട്മെൻറ്റ് ടിക്കറ്റ് എടുത്താലും നമുക്ക് അനായാസം നമുക്ക് ട്രാവൽ ചെയ്യാം, നമുക്ക് കുഴപ്പമില്ല. അതുമല്ല, അധ്വാനിക്കാൻ കഴിവുള്ള കുട്ടികളാണെങ്കിൽ അവരെവിടെ പോയാലും എന്ത് പണിയും ചെയ്ത് അവരുടെ ജോലി, അവരുടെ എക്സ്പെൻസ് അവർ മീറ്റ് ചെയ്യും. ആ ഒരു വാസന നമ്മൾ കുട്ടികളിൽ വളർത്തിയെടുക്കുക. ഇനി പണക്കാരനാണെങ്കിൽ തന്നെ കുട്ടികളെ എപ്പോഴും സ്വന്തമായി അധ്വാനിച്ച് അവരുടെ ചിലവുകൾ കണ്ടെത്താനുള്ള സാഹചര്യവും അതിനുള്ള ബാക്കപ്പ് സപ്പോർട്ടും മാതാപിതാക്കൾ കൊടുക്കണം. അതിലൂടെ ഈ കുട്ടികൾ ക്ലെവറാകും. അവർ ഏത് വിഷമഘട്ടത്തെയും അവർക്ക് ഓവർകം ചെയ്ത് അവർക്ക് ഒരു അച്ചീവ്മെൻറ്റിലിട്ട് എത്താൻ പറ്റും. അതല്ലാതെ എൻ്റെ മോളാണ്, എൻ്റെ മോനാണ്, പിള്ളേർക്ക് ഇതാണ്, അവരങ്ങനെ താലോലിച്ച് വളർത്തി നശിപ്പിക്കുന്നതിന് പകരം പിള്ളേർ ഒന്ന് പക്വതയായി കഴിഞ്ഞാൽ അവരെ കോളേജിലാക്കി കഴിഞ്ഞാൽ വിട്ടേക്കുക. അവരോട് പറയാ, എടോ മക്കളെ, നിങ്ങളുടെ പോക്കറ്റ് മണിക്കുള്ള ക്യാഷ് നിങ്ങൾ കണ്ടെത്തുക. നിങ്ങളുടെ വീട്ടിൽ സാമ്പത്തികം ഉണ്ടെങ്കിൽ തന്നെ പിള്ളേർക്ക് അങ്ങനെ സ്വയം ഒരു ഇൻകം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു മനസ്സ് അവരിൽ ഉണ്ടാക്കിയാൽ എന്നും നിങ്ങൾ താമസിക്കുന്ന കിടപ്പാടം ആ കുട്ടികൾക്കും ആ കിടപ്പാട് എപ്പോഴും അവിടെ നിലകൊള്ളും. ഇല്ലെങ്കിൽ നമ്മളാകെ മോശമായ ഒരു സാഹചര്യത്തെത്തും. ഇപ്പോൾ മുൻകാലങ്ങൾ പോലെയല്ല, ഒരു സെൻറ്റ് ഭൂമി വാങ്ങണമെങ്കിൽ നല്ല ഹ്യൂജ് എമൗണ്ട് കൊടുക്കണം. അപ്പോൾ ഉള്ള ഭൂമിയും സംവിധാനങ്ങളും നമ്മൾ സംരക്ഷിക്കുകയും ഉള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയും കുട്ടികൾ തന്നെ സ്വയം അവരുടെ എക്സ്പെൻഷനുള്ള കൊച്ചു കൊച്ചു പണികൾ കണ്ടെത്തി ചെയ്യാനുള്ളൊരു സാഹചര്യമുള്ള സ്റ്റേജിലായിരിക്കണം കുട്ടികളെ ഹയർ സ്റ്റഡിക്ക് നിങ്ങൾ നിയോഗിക്കേണ്ടത്. അല്ലാതെ ഞാൻ ഏതാണ്ട് ആൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിൽ യാത്ര ചെയ്ത ആൾക്കാരാണ്. തുടക്കത്തിൽ ഞാൻ സ്റ്റുഡൻസിനെ അയക്കുമായിരുന്നു പല രാജ്യങ്ങളിൽ. ബട്ട് അതിൻ്റെ വരുംവരായികൾ ഞാൻ ഏതാണ്ട് 15 വർഷത്തിന് മുമ്പ് തന്നെ മനസ്സിലാക്കി. ഞാൻ മൂലം ഒരു കുട്ടികളെ പുറത്തയക്കുന്ന പരിപാടി നിർത്തി. കാര്യം ഇറ്റ് ഈസ് എ സ്റ്റാർട്ടപ്പ് ചീറ്റിംഗ്. നമ്മൾ ഒരുപാട് കള്ളം പറയണം, അത് ശരിയാവില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ വെച്ച് പറയുകയാണ്, ദയവ് ചെയ്ത് ഉള്ള കിടപ്പാട് ഇതും കാത്തുസൂക്ഷിക്കാൻ ശ്രമിക്കുക. മക്കൾ വിദ്യാഭ്യാസം കൊടുക്കണം. മക്കളെ വിളിച്ചിരുത്തി, മക്കളെ ഇന്നയാണ് നിങ്ങൾക്ക് എന്താണ് ഇത്, എങ്ങനെയാണ്. പക്ഷേ ഇവർ അന്യനാട്ടിൽ പോയാൽ ഇവർ ഡിപ്പെൻഡൻ്റ് ആകില്ല. ഇവർ തനിച്ച് തന്നെ എന്തും കണ്ടെത്തിയ എല്ലാം ചെയ്യണം. പക്ഷേ അന്യനാട്ടാകുമ്പോൾ അതിൻ്റെ ചിലവുകളും ഇന്ത്യയിലാകുമ്പോൾ അതിൻ്റെ ചിലവുകളും വളരെ വ്യത്യാസമാണ്. എന്ത് തന്നെയായിരുന്നാലും ഇന്ത്യയിൽ പഠിക്കുന്നതും അന്യനാട്ടിൽ പഠിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അവിടെ ആഷ്പൂഷാകും, അവിടെ എല്ലാ രാജ്യക്കാരങ്ങണം എല്ലാം കാര്യം അവർ ആ ഒരു കൾച്ചറാണ്. ഇവിടെ അതല്ല. ഇവിടെ നേരെ തിരിച്ച് നമ്മുടെ രാജ്യം നമുക്കൊരു വില തോന്നുന്നില്ല. നിങ്ങൾക്കറിയില്ല, ഇന്ന് ലോകത്തിൽ വച്ച് എല്ലാ കാൽക്കുലേഷൻ ഞാൻ നോക്കിയാലും ഇന്ത്യ എന്ന് പറയുന്നത്, കേരളമെന്ന് പറയുന്നത് നമ്പർ 1. നമ്മുടെ ഇപ്പോൾ വളർന്നു വരുന്ന ടെക്നോളജി, നമ്മുടെ സംസ്കാരം എല്ലാം തന്നെ ഒരു മനുഷ്യന് യോജ്യമായ രീതിയിലുള്ളൊരു സംവിധാനമാണ്. അതുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നു, ഈ വീഡിയോ നിങ്ങൾ കാണുക, ഇതിൻ്റെ ഇൻ ഔട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മക്കളെ സഹായിക്കാൻ ഒരു ഏജൻറ്റും കാണില്ല, നിങ്ങൾ അവിടെ നിൽക്കുന്ന ഗവൺമെൻറ്റും കാണില്ല. ഫീസ് കൊടുക്കുക, പഠിക്കുക, പഠിത്തം കഴിഞ്ഞാൽ നേരെ കയറി പോരുക. ഇതാണ് നമുക്ക് പറ്റുള്ളൂ. കാര്യം
രാജ്യക്കാർ ഇനിയിപ്പോൾ അവർ സ്റ്റേ ബാക്ക് ഒന്നും കൊടുക്കില്ല. അവരുടെ ഒരു 3 വർഷത്തെ കോഴ്സോ 5 വർഷത്തെ കോഴ്സ് കഴിഞ്ഞാൽ കഷ്ടിച്ച് 1 വർഷം കൊടുക്കുമായിരിക്കും. അതിനുള്ളിൽ നേരെ തിരിച്ചു പോകണം. കാര്യം അവർക്ക് അടുത്ത ബാച്ചിന് എടുത്തെങ്കിൽ അവർക്ക് റെഗുലർ ആ രാജ്യക്കാർക്കും പൈസ കിട്ടത്തില്ല, ഏജൻറ്റിനും കാശ് കിട്ടത്തുള്ളൂ. ഇത് നിങ്ങളെപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക. ഇത് വീണ്ടും ഒന്നുകൂടെ പറയുന്നു, ചെയ്യുന്നതിന് 100 വട്ടം ആലോചിക്കുക. അത് കുട്ടികളും പാരൻസും ഒന്നിച്ചിരുന്ന് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനം എടുക്കുന്നതിൽ നിങ്ങൾ ഒരിക്കലും ഫെയിലാകത്തില്ല, നിങ്ങൾ സക്സസ് ആകത്തേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയുമായി. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.